നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ യുദ്ധം ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ അങ്ങനെ ആദ്യമായി അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകി നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു എന്ന മട്ടിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സർ, സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഏകദേശം ഒരു വർഷത്തോളം നിഴൽ യുദ്ധമായിരുന്നു സത്യത്തിൽ ഇസ്രായേലിനെ പുറകിൽ നിന്ന് അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. ചരടുവലികൾ പലതും ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നേരിട്ട് ഇറാൻ ഒരു മുന്നറിയിപ്പുമായി ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ സൈന്യം ഈ യുദ്ധത്തിന് നേരിട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അല്ല, യുദ്ധം പടരാതിരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇത് 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇസ്രായേൽ എത്രത്തോളം മുഖവിലേക്ക് എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരേ സമയം പലസ്തീനിലെ ഹമാസ്, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി, ഈ ഭീകരരെയാണ് ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെബനിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറിയെന്ന് വിചാരിച്ച് അവിടുത്തെ ജനതയുടെ നേരെ അല്ല ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്, മറിച്ച് അവരെയാണ്, ഈ ഹിസ്ബുള്ളയാണ് നോട്ടമിട്ടിരിക്കുന്നത്. അതവർ പ്രത്യേകം പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ കഴിഞ്ഞ രാത്രി തന്നെ ഇറാൻ ഒരു സന്ദേശം കൊടുത്തു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇറാനെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള രീതിയിൽ. ആ സന്ദേശത്തിൻ്റെ പൊരുൾ എന്താണെന്ന് ആർക്കും പിടികിട്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പല രീതിയിൽ വിനിയോഗിക്കുകയാണ്. അത് അവിടുത്തെ ജനതയുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട നിങ്ങൾ എങ്ങനെ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നു? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. സാർ, എനിക്ക് തോന്നുന്നു അത് ഇറാനിലെ ജനതയോടുള്ള നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പായിരിക്കും. കാരണം ഭരണകൂടം ഇങ്ങനെയായിരിക്കാം. ഒരു ജൂത സംസ്കാരവും ഒരു പേർഷ്യൻ സംസ്കാരവും നമുക്ക് ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാം എന്നും കൂടി പറയുന്നുണ്ട്. ഇറാൻ ഒരു പേർഷ്യൻ സംസ്കാരമാണല്ലോ അവർക്കുള്ളത്. പേർഷ്യ എന്നാണല്ലോ അറിയപ്പെടുന്നത് മുൻപ്, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. ഇറാനെ മുന്നിൽ പേർഷ്യ എന്നായിരുന്നു വിളിച്ചിരുന്നത്, പിന്നീടാണ് ഇറാനായി വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഈ വെടിനിർത്തലൊന്നും എനിക്ക് തോന്നുന്നില്ല അംഗീകരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹമാസിന്റെ കാര്യത്തിനകത്ത് എത്ര തവണ വെടിനിർത്തൽ നിർദ്ദേശം വന്നിട്ടുള്ളതാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഈ കരയുദ്ധം വരെ നോക്കി നിൽക്കേണ്ട കാര്യവും അവർക്കില്ലായിരുന്നു. ഒരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടോ, അടിവെച്ച് കയറി വരികയാണ് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇസ്രായേലിൽ നടക്കുന്നത്? ഇസ്രായേൽ നെതന്യാഹുവിന് എതിർപ്പുണ്ടായിരുന്നവർ പോലും അവിടെ ഭരണകൂടം, സർക്കാർ ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നത്. അത് അവർക്ക് ഒന്നുകൂടെ ഒരു വീര്യം ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു സാർ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു അവർക്ക് ഈ ഘട്ടം വേണ്ടതും. കാരണം ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ മോചനം ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട് ബന്ദികളെ കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല, സാധാരണക്കാരെ കൊല്ലാനാണ് നെതന്യാഹു നോക്കുന്നതെന്ന് പറഞ്ഞ് ഇസ്രായേലിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോൾ 2% ജനവും ഇസ്രായേലിനൊപ്പം തന്നെയാണ്, നെതന്യാഹുവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. നെതന്യാഹു ഒരു വിസ്മയമായി മാറുന്ന കാഴ്ചയല്ലേ കാണുന്നത് സത്യത്തിൽ? നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നെതന്യാഹു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നെതന്യാഹു ഒരിക്കലും ഇത് ഈ വെടിനിർത്തലിന് വഴങ്ങിക്കൊടുക്കത്തില്ല, അത് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞുകൊണ്ട്. അതല്ലേ ഇപ്പം ഹമാസിനോട് എതിരിട്ട അവസരത്തിൽ പറഞ്ഞെന്താണ്, അത് കഴിയുമ്പോൾ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും. എന്താണ്, അവിടെയുള്ളവരെ മുഴുവൻ കൊന്നതിന് ശേഷമാണോ യുദ്ധം അവസാനിപ്പിക്കുന്നത്? അതുപോലെ ഹൂതികളെ, ഹിസ്ബുള്ളയെ, അവരുടെ തലവന്മാരെ വധിച്ചു. പക്ഷേ അവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന തലവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞങ്ങൾ പകരം വീട്ടും എന്ന് പറയുന്നുമുണ്ട്. അപ്പം ഒന്നുകൂടെ അവിടെ വീറും വാശിയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഒരു പിന്മാറ്റം നടത്തത്തില്ല. നെതന്യാഹുവിന് തൻ്റെ ആഗ്രഹം സാധിക്കുന്നല്ലോ എന്നുള്ളതാണ്. കാരണം നെതന്യാഹുവിന് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചു ഏതെങ്കിലും തരത്തിൽ ഇത്രയും കൊലപാതകം നടത്തിയതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, രാജ്യം വിടേണ്ടി വരും, ഏതെങ്കിലും ഇടങ്ങളിൽ പോയി ഒളിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും.
മാറുമെന്നുള്ളതാണ്. സാർ, അപ്പോഴും ഈ ഇപ്പോൾ അമേരിക്കൻ സെക്രട്ടറി ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ വേണ്ടി വന്നാൽ അത് യുദ്ധത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നൽകുമെന്ന് അമേരിക്ക ആദ്യമായി, യുദ്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പേരെടുത്തു പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഇറാനോട് മാത്രമല്ല ഹിസ്ബുള്ളക്കെതിരെയും ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്ക കാത്തിരുന്ന ദിവസം വരികയില്ലേ? കാരണം അമേരിക്കയ്ക്ക് ഇറാനെ കൈവാക്കിന് കിട്ടാനായിട്ട് അമേരിക്ക കുറേ നാളായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക കാത്തിരിക്കുന്ന ദിവസം വരികയല്ലേ എന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അതെ, ഏത് തരത്തിൽ അമേരിക്ക എങ്ങോട്ട് മാറി നിൽക്കുമെന്നാണ് തോന്നുന്നത്? മാറാൻ സാധ്യതയില്ല, ഇസ്രായേലിന്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതാണ് ഞാൻ പറയുന്നത്. ഇവരിപ്പം പതുക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ വെടിനിർത്തൽ ആവശ്യപ്പെടും. വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് 21 ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പരിഹാര ശ്രമത്തിലേക്ക് പോകാനായിട്ട് ഇടയാക്കും. അങ്ങനെ ആയിരിക്കാം ഒരു സാധ്യത കാണുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം കൂടിയാണ്. ഇതെല്ലാം അവർക്ക് കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വേറൊരു തരത്തില്ലേ, ഒരുപക്ഷെ ആയുധം കൊടുത്ത് സഹായിക്കും എന്നല്ലേ പറയുന്നത്, പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് ഏത് തരത്തിലെടുക്കും എന്നുള്ളതും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു നേരിട്ടുള്ളൊരു അടി, അതായത് ഇപ്പോൾ സിറിയയിലെ വേരോട്ടമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ അടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, സിറിയയിലേക്ക് കടന്നിരിക്കുന്ന യുദ്ധം എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? കാരണം ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ അത് സിറിയയിലേക്ക് കൂടി ഇപ്പോഴൊരു മിസൈൽ ആക്രമണം അടക്കം നടക്കുകയാണ്. മഴ പോലെയാണ് ബോംബ് വഹിക്കുന്നതെന്നാണ് പറയുന്നത്. അത് പിന്നെ ഇസ്രായേലിന് പിന്തുണയുമായിട്ട് കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും ഇതിനോടൊപ്പം തന്നെ US അയച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. എന്നിട്ട് അങ്ങനെ അയച്ചിരിക്കുന്ന അവിടുന്ന് തന്നെയാണ് ഈ വെടിനിർത്തലിനും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഏത് തരത്തിലെടുക്കണം? എങ്ങനെ ഇത് വെടിനിർത്തലിലേക്ക് പോകണോ, അതോ കൊടുത്തിരിക്കുന്ന സഹായം വെച്ചുകൊണ്ട് ഈ ഇവരുമായിട്ട് യുദ്ധം മുറുക്കണോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം എന്തായാലും ഇപ്പം ഇസ്രായേൽ ഇപ്പം 3 രീതിയിൽ ഇനിയിപ്പം നോക്കിയോ, ഈ ഹൂതികൾ എന്തായിരിക്കും വളരെ ശക്തിയോടുകൂടി രംഗത്ത് വരും. ഇറാൻ അങ്ങോട്ട് ഇറക്കി വിടുകയായിരിക്കും ചെയ്യുന്നത്. ഹൂതികളുടെ ഒരു മിസൈൽ എങ്ങനെ വന്നു എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ടെൽ അവീവിലേക്ക് വിട്ട ആ മിസൈൽ. അത് ഇസ്രായേൽ അന്തം വിട്ടിരിക്കും. ഒരു റഡാറിന് പോലും കണ്ടെത്താൻ കഴിയില്ല. അന്നത്തെ കഴിഞ്ഞ വർഷത്തെ ഇവർക്ക് അറ്റാക്ക് ചെയ്ത മാതിരി ഏത് തരത്തിൽ അവിടെ ഇസ്രായേലിന് ഒരല്പം ഇന്റലിജൻസ് പരാജയം ഉണ്ടായോ എന്ന് സംശയമുണ്ട്. അത് 1 വർഷത്തിന് മുമ്പ് ഉണ്ടായ യുദ്ധം അതുപോലെ തന്നെയാണല്ലോ. അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലാണല്ലോ നടന്നത്. ലോകം മുഴുവൻ നടുങ്ങിപ്പോയില്ലേ? ഇസ്രായേലിന് ഈ തീക്കട്ടെ ഇറമ്പരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതേ വർഷം ഇനി അടുക്കാനായി വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ആണ് സംഭവിച്ചത്. അത് 1 വർഷമാകുന്നു. ഈ ആകുന്ന ഒരു വേളയിൽ എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ ലെബനൻ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയെങ്ങാനും പുറത്തു വരുമോ? ലെബനനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഈ അവിടെയുള്ള ജനതയോട് ഒന്നും തന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് ഇവർക്ക് താല്പര്യം ഇല്ല. ഇതിൻ്റെ ഇപ്പോൾ അതിർത്തി ഒരു ഭാഗം ആൾക്കാരെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ആവശ്യപ്പെട്ടു. അതിർത്തി ഭാഗങ്ങളൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്തു. ഇവർക്ക് ഈ ഹിസ്ബുള്ള അവിടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന അവിടെ തടയായിട്ടിട്ടിരിക്കുന്ന ഈ ബോംബുകളും ഒക്കെ തകർത്തുകൊണ്ടാണ് ഇവരങ്ങോട്ട് കയറിയിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ഒരു വലിയ മൈലേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊന്നും കാര്യങ്ങൾ പോകത്തില്ല. ഹിസ്ബുള്ളയുടെ തലവന്മാർ ഇപ്പോഴും അവിടെ ഒളിവിൽ കഴിയുന്നുണ്ട്. ഇവരെവിടെ കഴിയുന്നത്? പിന്നെ ഈ ജനവാസ മേഖലയിലാണ്. ഈ അധിനിവേശം നടത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനതയെ മുഴുവൻ ഒരുപക്ഷെ ഒന്നുകിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം തന്നെ അവിടുന്ന് പായിച്ചുകൊണ്ട്, അപ്പോൾ കൂട്ടപലായനത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സർ. എന്തായാലും ഈ കൂട്ടപലായനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്നും കൈവിട്ടു പോകുമോ കാര്യം? കൂട്ടപലായനത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സംഗതി മാറും. കാരണം ഇപ്പം നമ്മൾ ഇവിടെ കണ്ടത് എന്താണ്? ഹമാസിനോട് എതിരിട്ട സമയത്ത് കണ്ടത് ഇത്തരത്തിലാണ്. ലോകം ഒന്ന് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം ഇവർക്ക് തിരിച്ചടിയും ഉണ്ടാകും ഇസ്രായേലിന്. പക്ഷേ ആ തിരിച്ചടി അപ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം മുറുകുന്നതും ഈ ലോകം മുഴുവൻ ആശങ്കപ്പെടുന്നതും ഒരു ലോകയുദ്ധത്തിലേക്കായിട്ട് കാര്യങ്ങൾ മാറുമോ എന്ന് ആശങ്കപ്പെടുന്നതും ഈ ഒരൊറ്റ കാരണത്താലാണ്. കാരണം എന്ന് പറയുന്നത് ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ഈ പിന്നെ ഇപ്പോൾ സൗദിയൊക്കെ തന്നെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ വരുമെന്നുള്ളത്, അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുമല്ലോ.
തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് സിറിയ, ലെബനൻ, നാളെ സിറിയ, ഇനി ജോർദാൻ, അങ്ങനെ മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഇസ്രായേലിന്റെ ഒരു ബുദ്ധി, റഷ്യയുടെ ഒരു ഇടപെടൽ അതേത് തരത്തിൽ വരുമെന്ന് അറിയത്തില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കൂടി ഇപ്പൊ ഇസ്രായേൽ തന്നെ 3 പേരെയാണ് സമാന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാർ, അപ്പോഴും റഷ്യ വേണ്ടി വന്നപ്പോഴൊക്കെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും മിസൈലുകളും നൽകിയൊക്കെ തന്നെ ഇറാന്റെ ഒരു പിൻബലത്തിൽ നിന്നുകൊണ്ട് നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചെറിയ തോതിലെങ്കിലും ഇടപെട്ട് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം റഷ്യയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും പരിണമിക്കുക എന്ന കാര്യത്തിൽ അറിയില്ല എങ്ങനെയായിരിക്കുമെന്ന്. ഹിസ്ബുള്ളയുടെ കാര്യമായതുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി വരും മണിക്കൂറിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല. ചർച്ചകൾ തുടരും. നാളെ നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.